എല്ലാവർക്കും എൻ്റെ ഒരു ഓണം വിഷ്. ഹാപ്പി വിഷു. ഇപ്പൊ കുറച്ച് അഹങ്കാരമാണ്. ഇപ്പൊ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ടിരിക്കുകയാണ്. അത് കൊഴപ്പില്ല, പ്രായത്തിന്റെ അല്ലേ അല്ലേ, അതൊക്കെ കല്യാണമൊക്കെ ആയി. അതെ, അത് പറയണ്ടായിരുന്നു. ഇവിടെ അമ്മ കല്യാണാന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, മോള് പറഞ്ഞ കല്യാണം നോക്കുന്നുണ്ട്. കണ്ടീഷൻ ആക്കണല്ല, എന്തുവാ വരുമ്പോ കിടുവാന്നാണ് പറയുന്നത്. കിടുവാണ്. എന്റെ മോന്റെ അതേ പേര് തന്നെയാണ്. ആഹാ, പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, എനിക്ക് മോന്റെ പേര് അറിയില്ല. ഇത് കൂടെ നിങ്ങൾ വരണോന്ന് കൂടെ പറഞ്ഞിട്ടങ്ങ് പോവും. ഞാൻ ചോദിക്കുന്നില്ല, പേര് പറഞ്ഞില്ല, എനിക്ക് അനിയന്റെ പേരും അറിയത്തില്ല, പേടിക്കണ്ട, സേഫ് ആണ്. മോന്റെ പേര് ഉണ്ണീന്ന. ശരി, പക്ഷെ അതെല്ലാം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൺഫേം ആയിട്ടില്ല, ഡേറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ കൺഫേം ആയി, ഉറപ്പിച്ചു വെച്ചു. അമൃതയുടെ കല്യാണത്തിന് കരഞ്ഞില്ലെങ്കിൽ ഉണ്ണിയുടെ കല്യാണത്തിന് ശരിക്കും കരയാൻ സാധ്യതയുള്ള നെഞ്ചു. എന്റെ കല്യാണത്തിന് പോയി എല്ലാവർക്കും ഹാപ്പി ഓണം. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ദ കെന്ന ഷോ ഓണപ്പൂരം 2026. അങ്ങനെ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഇവരൊരു ഹിറ്റ് കോംബോയാണ്. കാരണം ഇവരെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയണ്ട, കാരണം ഡെയിലി നമുക്ക് ഇവരുടെ ഏതെങ്കിലും ഒരു ഷോർട്സോ അല്ലെങ്കിൽ ഒരു റീൽ വീഡിയോ ഒക്കെ ആയിട്ട് വരും. നമ്മൾ കപ്പിൾസിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഹിറ്റ് കോംബോസ് കാണുന്നത്. പക്ഷെ ഇതൊരു അമ്മയും മോളും ആണ്. നമ്മുടെ എവരെയും മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട അമൃത ആൻഡ് അമൃതയുടെ സ്വന്തം അമ്മ അംബ്ലി നായർ. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. നിങ്ങളെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, കാരണം ഞാൻ തന്നെ വീട്ടിൽ വെക്കുന്ന ഒരു സ്ഥിരം വ്ളോഗാണ് നിങ്ങളുടേത്. എന്തോ ഇഷ്ടമാണ്, നല്ല രസമാണ്, ഭയങ്കര ലവ്ലി ആയിട്ട് തോന്നാറുണ്ട് ഓരോ വ്ളോഗും കാര്യങ്ങളൊക്കെ. ഇരുത്തി പുകഴ്ത്തുന്നതല്ല കേട്ടോ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ എവിടം വരെയായി? നല്ല വിശേഷം. ഓണം ഇങ്ങനെ എത്തി. അമ്മ സൈലന്റ് ആണ് ആണല്ലേ? വീഡിയോ കാണുന്ന പോലെ അല്ലല്ലോ. ഞാൻ വിചാരിച്ച അമ്മ ഭയങ്കരമായിട്ട് സംസാരിക്കും അങ്ങനെ ഇങ്ങനെ. ഇവിടെ വന്നപ്പോ ഭയങ്കര സൈലന്റ് ആക്കാത്തതാ നല്ലത്. ഞാൻ വീഡിയോ കാണുന്ന ഒരു അമ്മേനെ പ്രതീക്ഷിച്ചത്. നല്ല ആക്റ്റീവ്, ഭയങ്കര. എനിക്കൊന്ന് അമൃതേനേക്കാളും കൂടുതൽ അമ്മയായിരിക്കും സംസാരിക്കുന്ന നോക്കുമ്പോ അമ്മ ഭയങ്കര പൂച്ചക്കുട്ടീനെ പോലെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. പൊതുവെ ഇങ്ങനെയാ? അല്ല, നമ്മളൊന്നും മിണ്ടത്തില്ല. അതാണ് ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ആണോ? അതെന്താ മിണ്ടാത്തെന്താ? അത് നമ്മള് വീട്ടില് കഴിഞ്ഞ ദിവസം വഴക്കുണ്ടേ, അപ്പൊ അതിനുശേഷം നമ്മൾ മിണ്ടിട്ടില്ല. അച്ഛോ, ഓണായിട്ട് ഗ്യാപ്പ് വന്നേക്കുന്നേ. ഞാൻ പേടിച്ചു ഇനി ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട്. ആണോ? അത് ഈ പിണക്കങ്ങ് മാറ്റാ ആദ്യം തന്നെ. മാറ്റത്തില്ല. എത്ര ടൈം എടുക്കും പിണക്കൊക്കെ മാറണമെങ്കിൽ? എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് നമുക്ക് മേടിക്കാൻ പോവാ. നോക്കി മേടിപ്പിക്കണ്ട. ഓണൊക്കെ പൊതുവെ ഓണം എന്ന് കേൾക്കുമ്പോ ഫസ്റ്റില് അമ്മയോട് തന്നെ ചോദിക്കാം അല്ലേ, അമ്മയുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? അമ്മേ എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് പഴയ കാലത്തെ ഓണമല്ലേ ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ ഓണമൊന്നും അല്ല. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ഓണമാണ്, നല്ല രസമാണ്. നമ്മള് കുടുംബക്കാരെല്ലാം കൂടി ഭയങ്കര ആഘോഷവും കളികളും അത് ഇതൊക്കെയായിരുന്നു. ഇപ്പത്തെ ഓണം എന്താ? ഇപ്പോഴത്തെ ഓണമൊന്നും രസമില്ല. എല്ലാരും ഇപ്പൊ ടിവിയുടെ മുന്നിൽ, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫോണിനകത്ത് എല്ലാരും വല്ലതും കഴിക്കും അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കും. ഓണം അങ്ങനെയാണോ? ഓക്കെ, അതാണ് അമ്മയുടെ ഓണം. ഓണം എന്ന് കേൾക്കുമ്പോ അമൃതയ്ക്ക് എന്താണ് ഓണം എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിലേക്ക് വരുന്നത്? ഇതൊക്കെ തന്നെ. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പൊ 22 വർഷത്തിൽ കൂടുതലായി. 22 വർഷമായി. പക്ഷെ അതിന് മുന്നേ നമ്മൾ നാട്ടിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഓണമാണ് ഏറ്റവും കൂടുതൽ മെമ്മറിയിലുള്ളത്. നാട്ടുമ്പുറം അല്ലേ, ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ഇവിടെ വന്ന എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം വാങ്ങിച്ച് അങ്ങനെ സ്വരുക്കൂട്ടി അങ്ങനെ ചെയ്യണം. മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നും ഇൻഡയറക്റ്റ്, ലൈക്ക് എന്താ പറയാ, ഇപ്പൊ വീട്ടിലെ
സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഇവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇവൻ നമുക്ക് ഓണം സദ്യ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുന്നു. അങ്ങനത്തെ ഓണം അങ്ങനത്തെ ഓണം. ഞാൻ ആദ്യമായിട്ട് അമൃതേനെ അമ്മേനെ നേരിട്ടാണ് ആദ്യമായിട്ട്. പക്ഷെ അമൃതേനെ കാണുമ്പോൾ കുറച്ചും കൂടെ കുഞ്ഞു കുട്ടിയെ പോലെ. ഞാൻ തിരിച്ചങ്ങോട്ട് പറയട്ടെ, പറഞ്ഞു. അത് തന്നെ ഇച്ചിരിയേ ഉള്ളൂ. അതെല്ലാരും എന്നോട് ഞാൻ പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല തടിച്ച് ഞാൻ അതാ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നത്. ഇഷ്ടം പോലെ കേട്ട് കേട്ടത് ഇവരെ ഞാൻ കുത്തി കുത്തി നോക്കി. ഈ ഉടുപ്പും കൂടി ഇട്ടപ്പോ ഇച്ചിരി എന്റെ പകുതി ഉള്ളൂ. അതെ, എല്ലാ പ്രഷറും ആക്ച്വലി ഞാൻ ചെറുതാണ്, പക്ഷെ വീഡിയോ വരുമ്പോ ഞാൻ വലിയൊരാളിനെ പോലെ എനിക്കെന്താ നമ്മൾ ഫോൺ ആ ഒരു സ്ക്രീൻ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ സീരിയൽ കാണുമ്പോഴാണെങ്കിൽ ഇച്ചിരി വലിയ സൈസ് ആക്കിട്ട് തോന്നും. ഈ പറഞ്ഞ പോലെ നേരിട്ട് കാണുമ്പോ അയ്യോ ഇത്രേ ഉള്ളൂ എന്ന് എല്ലാരും നേരിട്ടാണ്. പക്ഷെ എന്നെ ഇത്രേ ഉള്ളൂ, അതിൽ കാണുമ്പോ ഭയങ്കര വലിയൊരു കുട്ടീനെ പോലെ തോന്നുന്നു എന്ന് പലരും പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞതൊന്നും പറയത്തില്ല. ഓ, അതെന്തിനാ ഇപ്പൊ എടുത്തു? ഇരിക്കട്ടെ ഒരു ബോണസ്. അത് പറയണ്ട ആവശ്യമില്ല. പക്ഷെ സത്യമായിട്ടും കല്യാണം കഴിഞ്ഞതൊന്നും പറയത്തില്ല കേട്ടോ. എന്റെ ഭർത്താവും കേൾക്കുക. കൊച്ചുകുട്ടി കൊച്ചുകുട്ടി, ഞാൻ സത്യം പറഞ്ഞ കൊച്ചുകുട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് താലിമാലൊക്കെ തിരിച്ചിടും ചില സമയത്തൊക്കെ. ഓക്കെ, സെറ്റിൽ എത്ര പ്രാവശ്യം ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് അമൃത? ഇപ്പൊ സീരിയല്, ഫിലിമിന്റെ സെറ്റിലൊക്കെ 2-3 ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലൊക്കെ അമ്മ ഉണ്ടാവാറുണ്ടോ? അമ്മ ഇല്ല, കാരണം നമ്മളിപ്പം റെഗുലർ ആയിട്ട് പോകുന്നിടത്ത് ഇപ്പൊ അമ്മ അങ്ങനെ വരാറില്ല. അപ്പം അങ്ങനെ ലാസ്റ്റ് അല്ല ഒരു സെറ്റിലുണ്ട് അമ്മ ഉണ്ടായിട്ടില്ല. അമ്മ എങ്ങനെ ഇത്ര സുന്ദരിയായിട്ട് ഇരിക്കുന്നു? അതെല്ലാരും ചോദിച്ചേ. നമ്മള് സന്തൂർ ഡാഡിമാരൊക്കെ ഭയങ്കരമായിട്ട് കാണാറുണ്ട്, പക്ഷെ സന്തൂർ മമ്മിമാരും ഉണ്ട്. പക്ഷെ അതിലൊരു സന്തൂർ മമ്മിയാണ് അമൃതയുടെ അമ്മ. എങ്ങനെ ഇങ്ങനെ സുന്ദരിയായിട്ട് ഇരിക്കുന്നു? അത് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ വഴക്ക് മാറുവാണെങ്കിൽ മാറിക്കോട്ടെ. മാറൂല. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? മകള് തരുന്ന സന്തോഷമാണോ? അതെ അതെ, ആ സന്തോഷം കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു, രണ്ട് പാത്രമായിട്ട്. മകള് തരുന്ന ആ ഒരു സന്തോഷം കൊണ്ടാണ് ഇത്ര സൗന്ദര്യത്തിൽ ഇരിക്കുന്നത്. പറയൂ. സന്തോഷമുണ്ട്, ഇല്ലെന്നില്ല. ഓക്കെ, അമ്മയുടെ ഇത് ഇവിടെ ഇത് കളഞ്ഞു. അയ്യോ, അതെന്താ? അത് എന്റെ ഫാൻസുകാരൊക്കെ പറയുന്നേ അതൊരു വൃത്തികേടാണ്. പക്ഷെ അതായിരുന്നു ഐശ്വര്യം അല്ലേ? ഞാൻ പറഞ്ഞു മടുത്തു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതായിരുന്നു അമ്മയുടെ ഒരു അതിന്റെ ഇപ്പുറത്ത് ഇപ്പൊ വരുന്നുണ്ടോ? ഓ, അങ്ങനെ വരുമോ? അറിയില്ലാണ്. ഇപ്പൊ അതിന്റെ ഇപ്പുറത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയൊരു കാണാൻ പോലും ഇല്ലായിരുന്നു. അതിപ്പം കുറച്ച് വലുതായിട്ട് വരുന്നു. അമ്മയുടെ ഒരു ഐഡന്റിറ്റി മാർക്കായിരുന്നു ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. മുഖത്തൊരു ഐശ്വര്യായിരുന്നു. ഏത് ഫാൻസാരെ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അമ്മയുടെ ഫാൻസ് അല്ലേ. കൊറേ പേര് പറഞ്ഞു, കൊറേ പേര് എടുക്കാൻ പറഞ്ഞു. അത് ചിലപ്പം ഞാനിപ്പം കമുദിയുടെ ക്ലീഷ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് കൊറേ പേര് പറഞ്ഞു അത് മാറ്റി അപ്പൊ എനിക്കൊരു എന്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അമൃതയുടെ ഓരോ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വെക്കാറുണ്ട്. ഇപ്പൊ ട്രിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ ഒരു പാക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ, ഇപ്പൊ ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് വീഡിയോ ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഭയങ്കര അത്ര വലിയ എല്ലാരും വീഡിയോ ഭയങ്കര എസ്തെറ്റിക്, ഭയങ്കര ഗംഭീരാകുമ്പോൾ അമൃത ഭയങ്കര സിമ്പിൾ ആയിട്ട് ഓരോന്ന് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടിരിക്കാനും ഒരു ഫ്ലോ ഉണ്ട്, ഒരു രസമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയേക്കണം അമൃത തന്നെ വീട് വെച്ചു, അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീട് വെച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട് വെച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂല് പറഞ്ഞ പല കലഹങ്ങളും ഉണ്ടാകും, അതുകൊണ്ട് നമ്മളിത് പറയുന്നില്ല. വീടിന്റെ അതെ, അതിനുശേഷം കുറെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്നു, പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമല്ലേ. അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വെക്കണമെന്ന് എന്റെ ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ വെച്ചത്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് എന്റെ നാട് പത്തനാപുരം പുന്നലയാണ്. അപ്പൊ അവിടെ ജനിച്ചതാണെങ്കിലും വളർന്നതും കൊല്ലത്തിന് എൻഡാണ്. അത് കഴിഞ്ഞ് പത്തനംതിട്ട സ്റ്റാർട്ടിങ്. അപ്പം ഞാൻ വളർന്നതും എല്ലാമായതും ട്രിവാൻഡ്രത്ത് വന്നിട്ട്, പക്ഷെ അവിടെ ഞാൻ ഒന്നും നോക്കാണ്ട് നേരെ കൊണ്ട് നാട്ടിൽ വെച്ചു. പക്ഷെ ഇപ്പൊ കുറച്ച് വിഷമമുണ്ട്, എന്തിനാണ് ഈ ശത്രുക്കളിൽ കൊണ്ടുവച്ചത് എന്ന് പലപ്പോഴും നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് നോക്കുന്നില്ല. നമ്മുടെ സന്തോഷം നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എന്നും അവിടെ പോയി നിൽക്കുന്നില്ല, വല്ലപ്പോഴും പോയി നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ വീട് തന്നെ വെച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് ചെറിയ വീടാണോ? അത്യാവശ്യം നല്ല വലിയ വീടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും തോന്നിയാ ട്രിവാൻഡ്രത്ത് വെച്ചാൽ മതി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്കതായിരുന്നു ഇഷ്ടം. എല്ലാവർക്കും അതായിരുന്നു ഇഷ്ടം. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആയതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. പക്ഷെ
ഇപ്പം വെച്ച് കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം അതായത് നമ്മുടെ സ്നേഹത്തോട് ഇരുന്ന ആൾക്കാർ വരെ ശത്രുക്കളായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനായിരുന്നു വെറുതെ കൊണ്ട് വെച്ചു. പക്ഷെ അമ്മയുടെ അമ്മ അവിടെയാണ്, അവർക്ക് സെക്യൂർഡ് ആയിട്ട് അവര് താമസിക്കുന്നുണ്ട്. നമ്മളിപ്പോ അത് നോക്കിയാൽ മതിയല്ലോ. പിന്നീട് എപ്പോഴെങ്കിലും എന്റെ അനിയനൊരു വീട് വേണം എന്ന് തോന്നി അവൻ വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിനൊരു കപ്പാസിറ്റി വരുമ്പോ നമുക്ക് നോക്കാം ട്രിവാൻഡ്രത്ത്. ഫ്ലാറ്റും കൂടെ മേടിച്ച ഒരു വീടായി, ഇനി ഒരു ഫ്ലാറ്റും കൂടെ ആയി. അങ്ങനെ ഇപ്പൊ ഓണത്തിന് എങ്ങനെയാ പ്ലാൻ ചെയ്തേക്കണേ? അവിടെ ആഘോഷിക്കാനാണ്? കാരണം വീട് വെച്ചിട്ട് ആദ്യത്തെ ഓണാണ്. ഓക്കെ, അപ്പൊ അവിടെ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും ഇപ്പോൾ ആദ്യത്തെ ഓണം എന്ന് പറയുന്നത്. എന്താ പ്ലാൻ? അമ്മയുടെ വക സദ്യയൊക്കെ ഒരുക്കാനൊക്കെ പ്ലാൻ ഒരുക്കും. പിന്നെ സദ്യ ഒരുക്കുന്നെങ്കിലും മോന്റെ പിറന്നാള് തിരുവോണത്തിന്റെ ഒന്നാണ്. അപ്പൊ അയാളില്ലാത്ത മോനില്ലാത്ത കൊണ്ട് നമുക്കൊരു വിഷമാണ്. അതൊരു അയാളുടെ പിറന്നാളും കൂടെ ആയത് കൊണ്ട് ഭയങ്കര വിഷമാണ്. സാരമില്ല, ഇനി സർപ്രൈസ് എൻട്രി ഒക്കെ മോൻ വന്നാലോ? അങ്ങനെ വരില്ല, അങ്ങനെ വരില്ല. അമ്മയോട് പറഞ്ഞിട്ടാ വരുവുള്ളൂ. അവന് എക്സാം ആണ്. അമ്മയായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്ന ആരാ? മോളാണോ മോനാണോ? അയ്യോ, ഇതിനെ എപ്പോഴും ഞങ്ങൾ അടിയാ. സ്നേഹമുള്ളടത്തല്ലേ അടിയുള്ളൂ. അത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പിടിക്കും, അത്രേ ഉള്ളൂ. വീട്ടിൽ കയറുമ്പത്തേനും ചക്കരയും പാല് കണ്ണും കൊണ്ട് പല പല നവരസങ്ങൾ ഇടുക. ഉണക്കുവാണ് എന്ന് ഇന്റർവ്യൂവിന് വന്ന് ഇരിക്കുകയും ചെയ്തു. അവരുടെ എപ്പോഴും പറയണ്ടേ, എനിക്ക് കുറച്ച് ഫ്രണ്ട്സുള്ള അമ്മ കുറച്ച് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ഉള്ള ഒരു അമ്മയാണ്, എന്നെ അങ്ങനെ അധികം കറങ്ങാൻ വിടില്ല. അപ്പൊ അതൊക്കെ എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. കാരണം അമൃത ഒരു മീഡിയ ഫീൽഡിലാണ്, പക്ഷെ അമ്മയുടെ വാക്ക് കേൾക്കുക, അല്ലെങ്കിൽ അമ്മയുടെ ഒരു അമ്മക്കുഞ്ഞാണ്, അല്ലെങ്കിൽ അമ്മ പറയുന്നൊക്കെ അനുസരിച്ചാ പോരാ. അത് അങ്ങനെ നോക്കി കാണുന്ന ഒരു അമൃതേനെ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുമായിരുന്നു. അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോയി ഇടപെടത്തില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങള് വീഡിയോ കാണുന്ന അതേ രീതിയിലെ വീട്ടില്, അല്ലാതെ നമ്മൾ അഭിനയിക്കുന്ന അങ്ങനൊന്നും അല്ല. ഏത് സമയം അടിയാ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടിയാ, അങ്ങനെയാണ്. പക്ഷെ ആ ദേഷ്യം അവക്ക് തന്നെ നല്ലത് ഈ നിമിഷം വരെ വന്നിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാല് ഇതുവരെ അവക്കൊരു നെഗറ്റീവ് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. നല്ല കെയറിങ് കൊടുത്തു. ഇത്രയും ഏജിന്റെ ഇടയ്ക്ക് വേറൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറയുന്നത് കേൾക്കാന്. ഇപ്പൊ കുറച്ച് അഹങ്കാരമാണ്. ഇപ്പൊ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ടിരിക്കുകയാണ്. വീഡിയോ ഓണായിപ്പോ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ പാവായിട്ട് തന്നെയാണ്. ഞാൻ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നതാണ്. അത് കൊഴപ്പില്ല, പ്രായത്തിന്റെ അല്ലേ. അല്ല, അതൊക്കെ കല്യാണമൊക്കെ ആയി. അതെ, അത് പറയണ്ടായിരുന്നു. കല്യാണം ആയത് ഞാൻ ചോദിക്കാതിരിക്കുവായിരുന്നു. അത് പറഞ്ഞോട്ടെ, ഡേറ്റ് ഒന്നും പറയാതിരുന്നാ പോരാ. മാസം പറയുന്നില്ലല്ലോ, കല്യാണം അതറിയാലോ. ഒളിച്ചു വെക്കേണ്ട കാര്യമാണോ? ഞങ്ങളെങ്ങാനും വരുമോന്ന് പേടിച്ചിട്ടായിരിക്കും എല്ലാവർക്കും എന്തോ ഞങ്ങളെ അല്ല. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാലേ കല്യാണമൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു കുടുംബമൊക്കെ ആവുമ്പോ താനെ പഠിച്ചോളും, അത്രേ ഉള്ളൂ. എന്ത് പഠിക്കാൻ? ഞാൻ കിട്ടിയത് 2 വർഷമായിട്ട് ഇരിക്കുന്നു. ഞാൻ ഒന്നുമേ പഠിച്ചിട്ടില്ല. 2 വർഷമായില്ലേ? 2 വർഷം കഴിഞ്ഞു. നല്ല കല്യാണം കഴിക്കങ്ങ് പെടങ്ങ്. അതെ, അനുഭവിക്കാൻ. കല്യാണമൊക്കെ ആന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഉടനെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് സീരിയലിന് മാറിയതെന്ന് കേൾക്കുന്നു. ചിലവർ പറഞ്ഞു ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയാന്ന് കേൾക്കുന്നു. പലയിടത്തും പലതാ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? അല്ല, കല്യാണം ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മൾ ഈ വർഷം എൻഡ് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് പക്ഷെ എന്തായാലും നമ്മള് കെട്ടിയിരിക്കും. അറേഞ്ച് മാരേജ് തന്നെയാണ് പറ്റത്തുള്ളൂ. അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സിംഗ് ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അടുത്ത വർഷം എന്തായാലും അമ്മ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. മോള് പറഞ്ഞ കല്യാണം നോക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആക്കണല്ല. എന്തുവാ? അല്ല, നമ്മളിത് നോക്കി വെച്ചിട്ടുണ്ടേ, നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഈ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വന്ന് ആ ഒരു ടൈമൊക്കെ നോക്കി. പിന്നെ എന്റെ അനിയന്റെ ലീവ് ഒക്കെ നമ്മൾ പോയിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ പെർമനന്റ് ആയിട്ടില്ല. അപ്പൊ അത് എക്സാം ഒക്കെ കഴിഞ്ഞ് അവിടെ പെർമനന്റ് ഒക്കെ ആയി, ലീവ് കിട്ടണം. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളെ അപ്പൊ അതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് നമ്മൾ അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും. ഓക്കെ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മരുമകനെ തന്നെയാണോ അമൃത കണ്ടുപിടിച്ചേക്കുന്നത്? അമ്മ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു മരുമകൻ?
അങ്ങനെ അനുസരിക്കുന്നതല്ല, പക്ഷെ ആത്മാർത്ഥതയുള്ള ഒരു പയ്യനാണ്. നല്ല സ്നേഹവും നമ്മളെന്തെങ്കിലും ഇവളെക്കാളും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിന് പറയും അല്ലെങ്കിൽ ചോദിക്കും അല്ലെങ്കിൽ അങ്ങനൊക്കെ ഉള്ള ഒരു നല്ല ഇതാണ്. എന്തുണ്ടെങ്കിലും ആത്മാർത്ഥത കൂടുതലാണോ? എന്തുണ്ടെങ്കിലും അവൻ എന്റെ അടുത്ത് ചോദിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് തന്നെ നമുക്കൊരു ആ വ്യക്തിയുടെ അടുത്ത് നമുക്കൊരു ബഹുമാനം തോന്നുന്നു. അപ്പൊ അവന് ചോദിക്കാം, അമ്മ ഇതുപോലെ അമ്മ ഇങ്ങനെയാണ് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഇതുപോലെയാണ്, പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, പിന്നെ എനിക്ക് ഞാൻ കുറച്ച് ദൈവ വിചാരം കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഞാൻ പറയും, മോനെ ഇന്നതുപോലെ ഇന്ന സമയത്ത് ഇന്നതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ അവൻ അങ്ങനെ ഒരു ഇതല്ലെങ്കിൽ പോലും അവൻ ഞാൻ പറയുന്ന കേൾക്കും. അതൊരു എനിക്ക് വലിയൊരു ആശ്വാസാണ് അല്ലെ? മരുമോനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, മകളെ കൊണ്ട് നമുക്ക് പണവും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കുന്ന ആ വ്യക്തി, അതാണ് ഏറ്റവും നല്ലത്. സൂപ്പർ. മരുമോനെ പറ്റി നല്ല അഭിപ്രായമാണ്. മരുമോൻ കിടുവാണ് മരുമോൻ കിടുവാണ്. എന്റെ മോന്റെ അതേ പേര് തന്നെയാണ്. പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, എനിക്ക് മോന്റെ പേര് അറിയില്ല. അവരൊന്നും ചോദിക്കുന്നില്ലല്ലോ, ഇത് എല്ലാം ഇട്ട് കൊടുക്കുവാ. ഞാൻ പറയാൻ ഇട്ടാതിരിക്കുക, ഞാൻ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് പോയിക്കോളാന്ന്. നിങ്ങൾക്കല്ലാതെ നിർബന്ധം ഇല്ല, ഞങ്ങൾക്ക് അമ്മേടെ വേണം. എന്താണ് ഞാൻ ചോദിക്കുന്നില്ല, പേര് പറഞ്ഞില്ല. എനിക്ക് അനിയന്റെ പേരും അറിയത്തില്ല, പേടിക്കണ്ട, സേഫ് ആണ്. മോന്റെ പേര് ഉണ്ണീന്ന. അമർന്ന് ഇതെല്ലാം കട്ടാക്കണം, ലാസ്റ്റ് ഇന്റർവ്യൂല് ഇടാൻ ഒന്നും കേട്ടോ. കൊറേ കട്ട് ചെയ്യാനുണ്ട്, കട്ടൊന്നും ആക്കില്ല കേട്ടോ. ഇല്ലാത്ത കാര്യം വരെ പറഞ്ഞു. അതിന് കല്യാണമാണ് ഞങ്ങൾ എല്ലാരും അറിഞ്ഞു. ആ കല്യാണമാണ്, പക്ഷെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ബാക്കി നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും കൺഫേം ആകാതെ നമ്മൾ വന്ന പ്രത്യേകിച്ച് ഒരു മീഡിയ ആണല്ലോ. അപ്പൊ ഇവിടുന്ന് കണ്ട് പല കാര്യങ്ങളും സ്പ്രെഡ് ആകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ബിഗ് ബോസിൽ ഇല്ല. അതിന് റീസൺ ഉണ്ട്. എനിക്ക് PR-നായിട്ടുള്ള കോണ്ടാക്ട് ചെയ്തു, മെയിൽ ത്രൂവും. അതേപോലെ എനിക്കൊരു ബിസിനസ് ഉണ്ട്, സമർത്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നമ്പറിൽ PR-ന്റെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴാണ് ഈശ്വര ഇത് ഇത്രയും വലിയ സംഭവമാണോ? അല്ലാണ്ട് ഇപ്പൊ ഓൾറെഡി എല്ലാരും പറഞ്ഞു, ഓ നീ പോവല്ലേ, കാരണം ഞാൻ ടോം ആൻഡ് ജെസ്സി വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിൽ നിന്ന് മാറിയായിരുന്നു. ആ ഒരു സെലിബ്രേഷൻ, കേക്ക് കട്ടിംഗ് സെലിബ്രേഷൻ ആണ്. നോക്കിയപ്പോ പ്രഡിഷൻ ലിസ്റ്റിൽ എല്ലാത്തിലും ഉണ്ട്, കൺഫേം ലിസ്റ്റിലൊക്കെ എന്റെ പേരുണ്ട്. ആദ്യം ഞാൻ എൻജോയ് ചെയ്തു, എല്ലാരും വിശ്വസിക്കട്ടെ ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന്. പക്ഷെ ഇത് അങ്ങനെ അല്ല. ഇപ്പൊ നമ്മൾ പോകാത്തൊരു കാര്യത്തിന് പിന്നെ അത് ഉറപ്പ് കൊടുക്കുന്നത് പോലെയല്ലേ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ എന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. എന്ന് പറയുന്ന പോലെ ഒരു സത്യം വേണോ നമ്മൾ പറയുന്നതില്. കല്യാണമാണ് ശരി, പക്ഷെ അതെല്ലാം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കൺഫേം ആയിട്ടില്ല, ഡേറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ കൺഫേം ആയി ഉറപ്പിച്ചു വെച്ചു. കണ്ടോ, സാരില്ല, അമ്മ പറഞ്ഞോട്ടെ, ഞാൻ ചോദിക്കട്ടെ, കല്യാണമാന്ന് പറയുന്നത് പിന്നെ എന്ത് കല്യാണം? അവരുടെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മരുമോനെ പറ്റി എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ മരുമോൻ നല്ലതാന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ കല്യാണമാണ്. ഏത് മരുമോനെ നല്ലതാന്ന് പറഞ്ഞല്ലോ, പേരൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഒരു ഇൻവിസിബിൾ പേഴ്സൺ ആണ്, കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ആ ബ്രേക്കിലൂടെ ഞാൻ ഒരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ് നിങ്ങളെ. ഓക്കെ അമ്മ, ഓക്കെ അല്ലേ അമ്മേ? അമ്മ ഓക്കെ യെസ് ഓർ നോ സെഗ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ഫോൺ ചെക്ക് ചെയ്യുന്ന സ്വഭാവം അമൃതയ്ക്ക് സ്ഥിരമായി ഉണ്ട്. യെസ് ഓർ നോ? രണ്ടുപേർക്കും പറയാം. സ്ഥിരമായിട്ട് അമ്മ ചീത്ത പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് എന്തിനാ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണേന്ന്. കട്ടിലേ തന്നെയാണ്, ബെഡിൽ തന്നെയാണ് ഫോണ് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റാൽ അതിന് 2 ഫോണുണ്ട്, ഒന്ന് നമ്മുടെ സമർത്ഥയുടെ, ഒന്ന് പേഴ്സണൽ. അപ്പൊ ഈ എന്തെങ്കിലും മെസ്സേജസ് എന്തെങ്കിലും അത്യാവശ്യം അത് കാണും. ചിലർക്ക് സാരി കിട്ടിയില്ല, ചിലർക്ക് ടൈമിൽ വന്നില്ല, അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്തു. അപ്പൊ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. പിന്നെ ആദ്യം എഴുന്നേറ്റാൽ ഇതിനെ നോക്കുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. ഇപ്പൊ ഫോൺ വഴി നമുക്ക് എല്ലാം അറിയാൻ പറ്റുന്നുള്ളൂ, നല്ലതാണെങ്കിലും മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് ഫോൺ ത്രൂ ആണ്. സോ ആദ്യം നോക്കുന്നത് ഫോൺ തന്നെയാണ്. ആദ്യം നോക്കുന്ന ഫോൺ തന്നെയാണ്. ഓക്കെ, പുറത്ത് എന്തൊക്കെ പറഞ്ഞാലും അമൃത ഭയങ്കര റൊമാൻറ്റിക് ആണ്. യെസ് ഓർ നോ?
അത് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. കുറച്ചൊക്കെ റൊമാൻറ്റിക് ആണ്. അല്ല, ഞാൻ അത്ര വലിയ റൊമാൻറ്റിക് വലിയ പുറത്തൊന്നും അങ്ങനെയല്ല. അല്ല, പുറത്ത് അമൃതയുടെ ഉള്ളില് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ വലിയതാണെന്ന് ഞാൻ പറയത്തില്ല. റൊമാൻറ്റിക് പേഴ്സൺ അല്ല. അമ്മ ഇന്നൊന്ന് ചെക്ക് ചെയ്തോ അമ്മ, റൊമാൻറ്റിക് ആണോ അല്ലേ? അല്ലെങ്കിൽ അമ്മയുടെ ചെയ്യുമ്പോ എന്റെ ഫോണിൽ എന്റെ പറഞ്ഞത് അല്ല, ഈ സംസാരിക്കുന്നൊന്നും നമുക്ക് റൊമാൻറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ സീക്രട്ടും അറിയാം അമ്മയ്ക്ക്. ഓക്കെ. ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാറുണ്ട് അമൃത? യെസ് ഓർ നോ? അതേ ഉള്ളൂ. ഞാൻ തിരിച്ചങ്ങനെ വലിയതായിട്ട് ഫൈറ്റിനൊന്നും പോകത്തില്ല. ഇല്ല. ഒരാളെ വഴക്കുണ്ടാക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഞാൻ എതിർക്കാൻ നോക്കും, പക്ഷെ പറ്റത്തില്ല. ഞാൻ ഇന്ന് കരയും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും, അവര് പറഞ്ഞതിൽ അവരുടെ ഭാഗത്തില് തെറ്റ്, എന്നിട്ട് എന്നെ എന്തിനാ വഴക്ക് പറഞ്ഞ്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, ഒറ്റയ്ക്ക് ഇരുന്ന്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആളല്ല വീട്ടിലെ അമൃത? അല്ല. അതിന് മാത്രം ഒരു ചിന്തിക്കാതെ തന്നെ പറഞ്ഞു. ഓക്കെ. ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടാൽ അമൃതയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കറക്റ്റ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ അമൃത ദേഷ്യപ്പെടുന്ന എന്ത് കാര്യത്തിലായിരിക്കും അമ്മയോട്? എന്തമ്മ ഇഷ്ടപ്പെടാതെ കാണിക്കുമ്പോഴായിരിക്കും? കാര്യമൊന്നുമില്ല, നമ്മള് വീടല്ലേ, സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ എല്ലാ വീട്ടിലും ഉണ്ടാകും. വളരെ കുറച്ച് വീട്ടിലായിരിക്കും എപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടൊക്കെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അമ്മ കുഞ്ഞും അമൃത കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള. ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ വഴക്ക് എന്തിനാ അമൃതയുടെ എന്ന് കേൾക്കാറുണ്ട്? അല്ല, എല്ലാരും പറഞ്ഞ അങ്ങനെ. ഞാൻ ഒരു എന്താ പകരം പേട് പറയാൻ പാടില്ല, മാമി ആന്റീനൊക്കെ പോലെ എന്റെ സ്വഭാവം ക്യാരക്ടർ ഒന്നും. അമ്മ ഇപ്പൊ കുഞ്ഞു ഞാനിപ്പോ ഒതുങ്ങി. ഞാൻ മറ്റേ ഇവിടെ സ്വഭാവമായിരുന്നു എനിക്ക്. എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്ന സ്വഭാവമായിരുന്നു. പക്ഷെ അതിന് ഞാൻ മാറി. ഞാനിപ്പോ ഭയങ്കര ഡൗണ്. ഇതിപ്പോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ രംഗം ചാടി കടിക്കാൻ നിൽക്കുക. ഞാനിപ്പോ താന്നു. അത് പലരും ചോദിച്ചു, ഇപ്പൊ പഴയ അമ്പിളി അല്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. മോളെ എന്നെ ഒതുക്കി വെച്ചേക്കാതെ. അല്ല, അന്ന് വെച്ചാൽ ഇപ്പൊ അമൃതയാണല്ലോ എല്ലാ കാര്യങ്ങളും ഭയങ്കര മെച്ചൂടെ കാര്യങ്ങളിലൊന്നും നോക്കുന്നില്ല. അമ്മയുടെ ടെൻഷൻ കുറഞ്ഞപ്പോ അമ്മ കുറച്ചും കൂടെ എങ്ങായി. അമൃതയ്ക്ക് ഇപ്പൊ ഇവിടെ ടെൻഷനും ഉത്തരവാദിത്തങ്ങളും. എനിക്ക് പ്രായം തോന്നിക്കുന്നു വർത്താനത്തിൽ പ്രായം തോന്നി. വർത്താനത്തിൽ മാത്രമേ മൊത്തത്തില്. കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പിന് ഞങ്ങൾ ഇപ്പൊ പോയി, ഞങ്ങൾ ഗീതാഗോവിന്ദൻ ടീം ഒരു ചെറിയൊരു ട്രിപ്പ്. അത് ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകുന്നതാണേ. അപ്പൊ അവരുടെ ഗാങ്ങിൽ ഇങ്ങനെ പറഞ്ഞു, ഓ അമ്മായി തോട്ട് ഓരോ എന്തെങ്കിലും സജഷൻ ചോദിക്കുമ്പോൾ നിനക്ക് ഇന്നത് വേണോ, ഇന്ന കാര്യങ്ങളോ വേണോ പറയുമ്പോ അമ്മായി. അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മായി. അർജുനും പറയുന്നത് തന്നെയാണ്, ഒരു അമ്മായി. ഇവിടെ ഒരു അമ്മായി ടോക്ക് ആണല്ലോ, ഒരു അമ്മായിയുടെ ഇതാണല്ലോ എന്ന്. ചിലപ്പോ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ വീടിന്റെ റെസ്പോൺസിബിൾ അമ്മ ഇപ്പൊ ടെൻഷൻ ഫ്രീ ആയല്ലോ 5 വർഷമായിട്ട്. റെന്റ് പോകുന്നുണ്ടോ, ഇന്ന സാധനം മേടിക്കുന്നുണ്ടോ, എടി ഇത്ര രൂപ വേണം. പക്ഷെ ആ പറയുന്നതിന്റെ പകുതി കാര്യം ഇട്ട് കൊടുക്കാറുള്ളൂ, കാരണം കൂട്ടി പറയും. അല്ല, ഇപ്പൊ ഞാൻ പഠിച്ചു 3000 ആയ 5000 എന്ന് പറയും. 3000 ഇടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി സാധനങ്ങളൊന്നും വാങ്ങൂല, കുറച്ച് മാത്രം മതി. അതാണ് അമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ഓക്കെ. അല്ല, ഇപ്പൊ ഞാൻ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒന്നും എടുത്ത് തലവെക്കാറില്ല. ഇനി എന്താ മോനൊക്കെ സെറ്റിൽഡ് അല്ലേ? ഇനി മോള് നോക്കിക്കോളൂ, മോന് നോക്കിക്കോളൂ. ഇനി ഒരു ടെൻഷൻ അടിക്കണ്ട ഇനി ജീവിതത്തിൽ, കേട്ടോ. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതിൽ അമൃതയെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം ചെയ്യില്ല. അതൊരിക്കലും പറയത്തില്ല. അതില്ല. എന്റെ റൂം ഞാനല്ലേ വൃത്തിയാക്കുന്നത്. അത് അവിടെ ബെഡ്റൂം ഇത്തിരി പൂരമുള്ള കൊച്ചു റൂം. അത് ഒരാഴ്ചയിലൊരിക്കലും വൃത്തിയാക്കും. മറ്റേ പുതിയ വീടോ ആരാ മൊത്തം ക്ലീൻ ആക്കി ഞങ്ങൾ ചെന്നിട്ട് അത് പറയാനെങ്കിൽ വലിയ നിങ്ങൾക്ക് ഇന്റർവ്യൂ പോരാ. ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഒരു 10 എപ്പിസോഡ് ആയിട്ട് ഇടാം. അതിന് എന്റെ അമ്മൂമ്മയും കൂടെ ഇവിടെ കൊണ്ടിരുന്നതായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ കാണാമായിരുന്നു. സീരിയസ്ലി അവിടെ ഭയങ്കര പ്രശ്നമായി. ഇപ്പൊ ഇനിയിപ്പോ ഞങ്ങള് അവിടെ ക്യാമറ വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ ക്യാമറ അവിടെ വെക്കുന്ന ഒരു ചെറിയ ശബ്ദം, ലൈക്ക് എന്താ പറയാ, അവിടെ ചെന്ന ഭയങ്കര അമ്മൂമ്മയും അമ്മയും കൂടെ ഭയങ്കര വഴക്കാം. വൃത്തിയില്ല, അതില്ല, എടുത്തേറും. റോഡിൽ കൂടെ പോകുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടു രസിച്ചു അങ്ങനെ. അമ്മ നോക്കുന്നത് ഒന്നാമത് അമ്മൂമ്മയ്ക്ക് ഏജ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അമ്മ നോക്കുന്നത് അത്രയും വലിയ വീട് വൃത്തിക്ക് കിടക്കണം, അത്രയും സ്വപ്നം കണ്ടു വെച്ചതായിരുന്നു. എനിക്ക് എപ്പോഴും അടുക്കി വെക്കണം, നേരത്തെ ഇടുന്ന ഇഷ്ടമല്ല. പക്ഷെ അതൊരു പ്രായം ഒരാളോട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് അവരുടെ അമ്മ നേരത്തെ നല്ല ഇത് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ഞങ്ങളെല്ലാം ഒറ്റൊരാളേ ഉള്ളു. പക്ഷെ ഫുള്ള് അമ്മയ്ക്ക് സെപ്പറേറ്റ് വേറെ അടുക്കളയുണ്ട്, 2 അടുക്കളയുണ്ട്. അപ്പൊ എല്ലാം നിരത്തി വാരിയിട്ട് ഒരു വേസ്റ്റ് വെളി കളയില്ല. കൊച്ചു കൊച്ചു കവറുകളില്ലേ കളയത്തില്ല. ഈ പ്ലാസ്റ്റിക് നമ്മള് അതെല്ലാം കുപ്പികള് അതെല്ലാം
അമ്മ വന്നു നേരെ അതെല്ലാം എല്ലായിടത്തും റോഡിലിടും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഞാൻ ഭയങ്കര ഏജ് ആയല്ലോ അപ്പൊ ഭയങ്കര വിഷമാ, ഇരുന്ന് കരയും. പക്ഷെ ഇതൊന്നും അമ്മ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് പരിമിതിയായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് നീളത്തിലാണ് നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോ നീളത്തിലാണ്, ബാക്കിലോട്ടാണ് സ്ഥലം. അപ്പൊ അന്നേരം നമുക്ക് അതിനു വേണ്ടി മുറ്റമൊന്നും ബാക്കിലോട്ടില്ല. അപ്പൊ ഞാൻ ചെന്ന് ഓരോ സാധനങ്ങളും അടുക്കി വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും നേരെ ഓപ്പോസിറ്റ് ചെന്ന് എന്നാ ഇനി നിങ്ങൾ പോകുന്നത് ആ ദിവസം ഞങ്ങളും വരാം. എന്നാ പുന്നല സ്ഥലം അതെ, എന്റെ അമൃത എന്റെ അമ്പിളിനായ ഒരു എന്റർടൈൻമെന്റ് ഞങ്ങൾക്ക് പ്രഷർ. ഓണം അടിപ്പൂരം അങ്ങനെ പറയാം. അതെ, അടിപൂരം അത് കാണായിരുന്നു. ഓക്കെ, അമൃത ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു രഹസ്യം അമ്മ പിന്നീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനാ ഒന്നാക്കമേ? ആണോ? എല്ലാം കണ്ടുപിടിച്ചു. എന്ത് കള്ളത്തരം ചെയ്താലും എന്നോട് പറയാത്തതാണെങ്കിൽ ഇപ്പൊ ഞാൻ 2-3 ദിവസം കഴിയുമ്പോ അത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കും. അന്ന് ചോദിക്കോ? ഞാൻ ചോദിക്കും, മനസ്സിലാക്കി വെച്ചിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും സംസാരിക്കും പറയും ഞാൻ അതൊക്കെ എന്നെ അറിഞ്ഞിട്ടിരിക്കും. ഞാൻ ആരുടെങ്കിലും ചോദിച്ചത് മനസ്സിലാക്കിയിരിക്കും. ഓ, സിയടിപ്പണി ഉണ്ട് അമ്മയ്ക്ക്. ലൈം ലൈറ്റ് വന്ന ശേഷം അമൃതയുടെ സ്വഭാവത്തിൽ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ബോൾഡ് ആയി കാണും അല്ല, കുറച്ച് ഇൻഡിപെൻഡന്റ് ആയി അല്ല, സ്ട്രോങ് ആയി. പെട്ടെന്ന് ക്രഷ് ഉണ്ടാകാറുള്ള ഒരു പ്രകൃതമാണ് അമൃതയുടേത്. അമൃതൻ അറിഞ്ഞെന്തോ എന്നെ മൊത്തത്തിൽ വന്ന് പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ. ആണോ? പെട്ടെന്ന് ക്രഷ് അടിക്കുക? പെട്ടെന്ന് ക്രഷ് അങ്ങനെയല്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഇത് കട്ടിയാണ്, എന്റെ കുടുംബജീവിതം ഇല്ലാണ്ടാവും. അല്ല, എനിക്കും പെട്ടെന്ന് ക്രഷ് അടിക്കാൻ നമ്മള് നടന്മാരൊക്കെ കാണുമ്പോഴത്തേക്കും അതാണ് അതാണ് എന്റെ ക്രഷ് എന്ന് പറഞ്ഞാൽ അതാണ്. ക്രഷ് എന്ന് പറഞ്ഞാൽ ആരെയും പെട്ടെന്ന് വിശ്വസിക്കും. അയ്യോ, അത് വേറെ ക്രഷ് വേറെ കേട്ടോ, വേറെയാണ്. പക്ഷെ ഇവള് ആരെന്നൊന്നുമില്ല, ആ ഒരു ഇതിലാണ് അങ്ങ് ഭയങ്കരമായിട്ട് ആത്മാർത്ഥ സ്നേഹവും ഭയങ്കര ഒരു ഇതൊക്കെയാണ്. ക്രഷ് അടിക്കാറുണ്ട്. ക്രഷ് അടിക്കാറുണ്ട്. ഓക്കെ, പെട്ടെന്ന് ഒരാളോടും അസൂയ വരാത്ത പ്രകൃതമാണ് അമൃതയുടേത്. അങ്ങനൊന്നുമില്ല. പണം ചെലവാക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ആളാണ് അമൃത. ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് അയച്ചു തന്നതാ. എന്തെങ്കിലും പിശുക്ക് കാണിച്ചോ? കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല. പല കാരണങ്ങളായി ഓക്കെ, അഭിനയിച്ച സീൻ ടിവിയിൽ കാണാൻ നാണമുള്ള ആളാണ് അമൃത. ഒരു ചമ്മലൊക്കെ വരും സ്വന്തം. അതെന്താന്ന് നമ്മൾ ഈ ചില സീൻസുകള് ഭർത്താവ് ഭാര്യ അങ്ങനത്തെ സീൻസ് ഒക്കെ ബാക്കിയെല്ലാം കാണും. അങ്ങനെ ചമ്മലൊന്നുമില്ല. ഇല്ല, എനിക്ക് പക്ഷെ എന്റെ ഇന്റർവ്യൂ കാണുമ്പോ ചമ്മല. വേറെ ആൾക്കാരുണ്ടെങ്കിൽ അയ്യോ എന്റെ ഒച്ച കേൾക്കുന്നേന്ന് പറഞ്ഞു ഓടിപ്പോ. ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അമ്മയുടെ ഇപ്പൊ സീരിയൽ അമ്മ കാണാറുണ്ടോ? കാണാറുണ്ട്. അതില് മിസ്റ്റേക്കുകളൊക്കെ ഇങ്ങനെ ഇനി അത് ശരിയാക്കണം. അമ്മ ഇനി കോമ്പറ്റീറ്ററായി മാറി കഴിഞ്ഞിരിക്കാൻ സൈഡ് വന്നേക്കാണ്. ഓക്കെ, സ്വന്തം ലുക്കിൽ അമൃത വളരെ കോൺഷ്യസ് ആണ്. ഞാൻ ഇപ്പൊ തന്നെ എത്ര ഡ്രസ്സ് മാറിയെന്ന് അറിയാവോ? സ്കേർട്ട് ഉടുപ്പിട്ടു, ചുരിദാർ ഇട്ടു, അവസാനം ഞാൻ സാരിയിലെത്തി. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ഒറ്റ ലുക്ക്. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളത് ഇടും, ഇഷ്ടമുള്ളത് ഇടും വരിക. ഓക്കെ, അമ്മയ്ക്ക് അടുത്ത ജന്മത്തിൽ ഒരു മരുമകളായി അമൃതയെ പോലെ ഒരാളെ കിട്ടിയാൽ അമ്മ ഹാപ്പി ആയിരിക്കും. മരുമകളായി. മരുമകള് വേണ്ട, മകളായിട്ട് മതി. ജോലിക്ക് പോകാതെ എന്നെ വീണ്ടും നോക്കി. ഞാൻ ഇവിടെ വീണ്ടും കടബാധ്യതകൾ തീർക്കുന്നു. മകളായിട്ട് കണ്ടോ? അമ്മയുടെ സ്നേഹം കണ്ടോ? മകളായിട്ട് തന്നെ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ സെഗ്മെന്റ് കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞോന്നോ? എന്താ സന്തോഷം. ഓക്കെ, അമ്മയുടെ മകളാണ് അമൃത. ഇപ്പൊ അമൃത എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും എന്തൊക്കെയല്ല, അമൃതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? എന്റെ മകൾ എന്ന നിലയിൽ പറയല, എന്നാലും നമ്മുടെ മനസ്സിൽ തോന്നില്ലേ അമൃതയുടെ ഇന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവളോട് അഭിമാനം തോന്നുന്ന കാര്യങ്ങളാണ്? അല്ല, അവളെ അഭിമാനം തോന്നുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പൊ ഈ പ്രായത്തില് എല്ലാ പെൺകുട്ടികളും അത്രയും ഇതാവത്തില്ല. അതിൽ വെച്ചിട്ട് അവൾ ഇത്രയും ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു. സ്വന്തമായിട്ട് കാർ എടുത്തു, വീടെടുത്തു, ആ പൈസ സ്വരുക്കൂട്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു. എന്റെ മോനെ ആണെങ്കിൽ എന്ത് ആവശ്യം ഉണ്ടല്ലോ അവന് ചെയ്തു കൊടുത്തു. എല്ലാ കാര്യങ്ങളും അവള് ചെയ്തു. അതിൽ എനിക്ക് എപ്പോഴും ആ ഒരു ഇതുണ്ട്. കാരണം എന്ന് വെച്ചാല് അവൾ ഒറ്റയ്ക്ക് പൊരുതി നേടിയതാണ്. കാരണം എന്ന് വെച്ചാല്
ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ഒരു ബന്ധുക്കളോ ഒരു സുഹൃത്തുക്കളോ ഒരു നാട്ടുകാരോ ആരും ഒരു ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അത് കണ്ട് ആണ് അവള് വളർന്നു വന്നത്. അപ്പൊ ഞങ്ങൾ 3 പേരും മാത്രമായിരുന്നു ലോകം. അപ്പൊ അതിൽ കണ്ട് അവൾക്കൊരു വീട് വെക്കാനും സ്വന്തമായിട്ട് അതെല്ലാം ചെയ്യാനും അതിൽ ഞാൻ ഒരുപാട് ഇതാണ്. ഈ പണ്ട് കാലത്തൊക്കെ ഞാൻ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമുക്കൊന്നും ഇല്ലാത്തപ്പം ആരും ഉണ്ടാവില്ല, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ബന്ധുക്കാരുണ്ടാവില്ല, ആരും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അവരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പൊ അമൃതയുടെ ജീവിതത്തിൽ ആ ഒരു ഇപ്പൊ പറഞ്ഞ സെന്റൻസ് എത്രത്തോളം സത്യം വെക്കുന്നുണ്ട്? ശരിയാ, നമുക്ക് ശത്രുക്കളും ഉണ്ട് മിത്രങ്ങളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മുടെ ഫാമിലി ഭയങ്കര ചെറുതാണ്, മൊത്തത്തില് ഫാമിലി മെമ്പേഴ്സ് ഭയങ്കര കുറവാണ്. അതാണ്. പിന്നെ എല്ലാരും ഓരോരുത്തരും ഓരോ പല സൈഡിലാണ്. ബാംഗ്ലൂർ സെറ്റിൽ ആയ കുറെ ആൾക്കാരുണ്ട്, നാട്ടിലുള്ള ആൾക്കാരുണ്ട്, നാട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സ്പ്ലിറ്റ് ആയിട്ടിരിക്കുക. ഇതില് പണ്ട് തൊട്ടേ കണക്ഷൻ ഉള്ളത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവരിപ്പോഴും ഉണ്ട്. എന്റെ ചേച്ചിയുടെ മോളും അവിടെ ഹസ്ബൻഡും ഉണ്ട്. പിന്നെ അവള് കോളേജ് ലെക്ചറാണ്, ബാംഗ്ലൂരാണ് അവര്. അവൻ വേണു എന്ന് അവന്റെ പേര്, അമ്മയുടെ പേര് ജ്യോതി എന്നാണ്. അവൾ എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ അവളോടാണ് ചോദിക്കുന്നത്. അപ്പൊ അവളെല്ലാം ചേച്ചി എന്ന് പറഞ്ഞ്, യഥാർത്ഥത്തിൽ അവിടെ കുഞ്ഞമ്മയാണ്, ഞാൻ എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നത്. പക്ഷെ അവള് എല്ലാം നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഓണത്തിന് പോലും ഞാൻ വിളിക്കും, അടി വാടി വാടി നമുക്ക് ഓണം ആഘോഷിക്കാം. എന്നിട്ട് പോലും 4 ദിവസം അവള് ലീവ് എടുത്ത് വരുന്നെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആ കുട്ടികളും അവരൊക്കെ വരുമ്പോഴേ നമുക്ക് ആ ഒരു ബന്ധുക്കളും അതിലെ ബന്ധുക്കളെ എല്ലാവരും ശത്രുക്കളെന്ന് പറയാൻ പറ്റത്തില്ല, 1-2 പേര് അത്രേ ഉള്ളൂ, അല്ലാതെ അതേപോലെ തന്നെ ആ സ്റ്റാൻഡ് തന്നെ ബന്ധുക്കൾ മാത്രല്ല നമ്മൾ ചുറ്റുമുള്ളവരെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ അതങ്ങനെയാണ്. പറയുന്ന പോലെ ഇപ്പൊ നമുക്ക് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന അങ്ങനെ ഇല്ല. നല്ലപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത്, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ ട്രിവാൻഡ്രം ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഈ ട്രിവാൻഡ്രത്തിന്റെ അടുത്ത് ജനിച്ച് വളർന്നോണ്ടാണോ? ഇപ്പൊ പറഞ്ഞു 20 വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആണ്. വൈ ട്രിവാൻഡ്രം ഇത്ര ക്ലോസ് ആകാൻ കാരണം? നമ്മൾ ഒന്നും ഇല്ലാണ്ട് വന്നതാണ് ട്രിവാൻഡ്രത്ത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മാട്രസിന്റെ ഇങ്ങനെ നമ്മൾ നോക്കിയപ്പോ ഒരു മാട്രസ് കൊളാബ് അത് നോക്കിയപ്പോ നമ്മള് 13 വർഷം മുന്നേ വാങ്ങിച്ചൊരു മാട്രസ്. അപ്പൊ അതിന്റെ നമ്മളിങ്ങനെ നോക്കുവായിരുന്ന, നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് 4 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു ബ്രാൻഡ് മാട്രസ് ആണ് അമ്മ മേടിക്കുന്നത്. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, EMI ഇട്ട് വാങ്ങിച്ചതെന്ന്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോ ഒന്നും ഇല്ലായിരുന്നു, ഈ പറഞ്ഞ നല്ലൊരു ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നമ്മളിപ്പോ ഇത്ര ആയില്ലേ, അത് ട്രിവാൻഡ്രത്ത് വന്നതുകൊണ്ട് മാത്രമാണ്. വേറെ എവിടെ പോയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.